പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ ഒരു പുതിയ മുഖമുണ്ട്. സ്നേഹബഹുമാനപ്പെട്ട നാട്യ പരവകാരച്ചനാണ്. അച്ഛൻ തലശ്ശേരി അതിരൂപതയുടെ അംഗമാണ്. ഇവിടെ ഞാൻ പേരിട്ടയിലായിരുന്നപ്പോൾ പേരിട്ട വികാരിയായിരുന്നു. അച്ഛൻ ഇന്നത്തെ വചന പ്രഘോഷണത്തിന് വണ്ടി പ്രോഗ്രാമിന് വചന പ്രഘോഷണത്തിന് വന്നിരിക്കുകയാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ഇന്ന് നവംബർ മാസം 3-ാം തീയതി IMS സഭയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഹ്ലാദപ്രദമായുള്ള ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. 1941 സ്ഥാപിതമായ IMS സഭ, അതായത് സ്നേഹബഹുമാനിയനായ സ്വർഗീയ ഫാദർ ഗാസ്പർ എ പിന്റോയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയും അതിനോടൊപ്പം തന്നെ ജോസഫ് ഫെർണാണ്ടസ് അച്ഛൻ്റെ സഹായത്തോടുകൂടി, അതുപോലെ തന്നെ വിജയപുരം രൂപതയുടെ അംഗമായിരിക്കുന്ന ജോസഫ് കാച്ചപ്പള്ളി അച്ഛൻ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ സഭ രൂപീകൃതമായത്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ഗാസ്പർ എ പിന്റോ ഒരു കപ്പൂച്ചനായിരുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വാരണാസിയിലേക്ക് ഭാരതീയർക്ക് വേണ്ടിയിട്ട് ഒരു ഭാരതീയ മിഷണറി സമൂഹം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ മിഷണറി സൊസൈറ്റി IMS സ്ഥാപിച്ചത്. ഇന്ന് ഏകദേശം 210ഓളം വൈദികരും അതുപോലെ തന്നെ അതിലേറെ വൈദിക വിദ്യാർത്ഥികളുമുള്ള ഒരു സമൂഹമാണ്, ഒരു സഭയാണ് IMS. വിദ്യാഭ്യാസ രംഗത്തിലായാലും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു സഭയാണ് IMS സഭ. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് ക്രിസ്തഭക്ത മൂവ്മെന്റ്, അതായത് ഹിന്ദുക്കളായിരുന്നിട്ട് പോലും ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂട്ടുവാനായിട്ട്, അതും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ചു കൂട്ടുവാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു സഭയാണ് IMS സഭ. ഒപ്പം തന്നെ ഇവരുടെ ധ്യാന രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തായാലും എല്ലാം ഒരുപാട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ലമ്മിലും ഓടയിലും അതുപോലെ തന്നെ ഈ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലുമൊക്കെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഭിക്ഷയാചി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സേവനം ചെയ്യുന്ന സഭയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സഭ ദൈവനാമത്തിൽ ഇത്രമാത്രം വളർന്നതിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏകദേശം 77ഓളം വർഷത്തോളമായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ സഭയെ IMS സഭയെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. IMSലെ എല്ലാ അച്ഛന്മാരെയും അതുപോലെ തന്നെ ഈ സഭയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പ്രാർത്ഥനകളുമായിട്ട് സഹായിക്കുന്ന എല്ലാവരെയും സ്മരിക്കുകയാണ്. അവരെല്ലാവരെയും കർത്താവിനെ രക്ഷിക്കുന്ന ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിന്റെ കാരുണ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാം.